Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളേജിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പയ്യന്നൂരിൽ ചരിത്രം തിരുത്തി വി കുഞ്ഞികൃഷ്ണൻ. LDF കോട്ടയിൽ അട്ടിമറി വിജയം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത കുതിപ്പുമായി UDF സംസ്ഥാന ഭരണം പിടിച്ചെടുത്തപ്പോൾ പയ്യന്നൂർ മണ്ഡലത്തിൽ അരങ്ങേറിയത് സമാനതകളില്ലാത്ത രാഷ്ട്രീയ അട്ടിമറി. ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പയ്യന്നൂരിൽ UDF പിന്തുണയോടെ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ ഉജ്ജ്വല വിജയം കൈവരിച്ചു. സിറ്റിംഗ് MLAയും CPM നേതാവുമായ TI മധുസൂദനനെ 7487 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കുഞ്ഞികൃഷ്ണൻ പരാജയപ്പെടുത്തിയത്. പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിൽ CPMൽ നിന്നും പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണന്റെ വിജയം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരിപ്പിച്ചിരിക്കുകയാണ്. ഫണ്ട് തിരിമറിയിൽ ആരോപണ വിധേയനായ TI മധുസൂദനനെ തന്നെ പാർട്ടി വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയത്. വി കുഞ്ഞികൃഷ്ണൻ 76,640 വോട്ടുകൾ നേടിയപ്പോൾ TI മധുസൂദനൻ 69,153 വോട്ടുകളാണ് നേടിയത്. പയ്യന്നൂർ മണ്ഡലത്തിലെ ജനങ്ങൾ സന്നദ്ധമായി എന്നതാണ് ഈ വിജയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണി എന്നെ പിന്തുണക്കാൻ തയ്യാറായി. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഞാൻ ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നിലയിൽ ജനങ്ങൾ എന്നെ പിന്തുണക്കുന്നതിന് വേണ്ടി സന്നദ്ധമായിട്ടുണ്ട്. ഇത് രണ്ടും കൂടിച്ചേർന്നതാണ് എൻ്റെ വിജയം. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒട്ടേറെ നേതാക്കന്മാർ, KC വേണുഗോപാൽ ഉൾപ്പെടെ APCC പ്രസിഡന്റ്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതുപോലെ തന്നെ ഷിബു ബേബി ജോൺ RSP നേതാവ്, ഇത്തരത്തിലുള്ള ഒട്ടേറെ നേതാക്കൾ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് VM സുധീരൻ പയ്യന്നൂരിൽ വരികയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ നേതാക്കന്മാർ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ ഒട്ടേറെ നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പയ്യന്നൂരിലെത്തിച്ചേരുകയും സഹായങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുള്ളത് എന്നതാണ് കാണാൻ സാധിക്കുന്നത്. ആ നിലയിലേക്ക് ഈ ജനങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അതിന് സന്നദ്ധമാണ് എന്ന് മാത്രമാണ് ഈ വേളയിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ച പയ്യന്നൂർ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാർക്കും എൻ്റെ നന്ദി കൂടി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഞാൻ CPMനകത്ത് ഒരു പോരാട്ടമാണ് നടത്തി പുറത്തു വന്നത്. അപ്പോൾ അത് തിരുത്താൻ, ഈ തെറ്റിൽ നിന്ന് തിരുത്തൽ വരുത്തണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടാകുന്ന അപജയങ്ങൾ ഇല്ലാതാക്കാൻ കഴിയണമെന്നതാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ തെറ്റ് തിരുത്തിക്കുന്നതിന് വേണ്ടിയുള്ള അണികളുടെ ഒരു വികാരമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ
പ്രതിഫലിച്ചിട്ടുള്ളത് എന്നതുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് കേരളത്തിലെ CPM നേതൃത്വം തിരുത്തൽ വരുത്തേണ്ടുന്ന കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകാൻ ഈ തെരഞ്ഞെടുപ്പ് വിധി അവരെ പ്രേരിപ്പിക്കും. അസംബ്ലി മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുന്നത് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പിളർന്നതിന് ശേഷം CPMന്റെ നേതാക്കന്മാരല്ലാതെ മറ്റൊരാളെയും ഇന്നേ വരെ ജയിപ്പിക്കാത്ത മണ്ഡലമാണ്. 1957 തെരഞ്ഞെടുപ്പിൽ VMSനെ ജയിപ്പിച്ച നീലേശ്വരം മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു പയ്യന്നൂർ. അന്ന് നീലേശ്വരം ദയാംഗ മണ്ഡലമായിരുന്നു. അപ്പോൾ കേരളപ്പിറവി മുതൽ ഈ നിലയിൽ കമ്മ്യൂണിസ്റ്റുകാരെ മാത്രം ജയിപ്പിച്ച ഈ പയ്യന്നൂർ മണ്ഡലം എന്നെ ജയിപ്പിച്ച വോട്ടർമാർക്ക് ഒരു കാര്യത്തിൽ അഭിമാനിക്കാം, ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ തന്നെ വിജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ കൂടി അഭിമാനിക്കാം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പാർട്ടിയെ അണികൾ തിരുത്തണമെന്ന കുഞ്ഞികൃഷ്ണന്റെ പ്രഖ്യാപനം പയ്യന്നൂരിലെ വോട്ടർമാർ ഏറ്റെടുത്തു എന്നാണ് ഈ ഫലം സൂചിപ്പിക്കുന്നത്. കെട്ടുറപ്പുള്ള ഇടതുപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ കുഞ്ഞികൃഷ്ണന് സാധിച്ചുവെന്നത് CPMന് വലിയ തിരിച്ചടിയാണ്. അഴിമതിക്കും തെറ്റായ പ്രവണതകൾക്കുമെതിരെയുള്ള ജനകീയ വിദ്യയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത്. സംസ്ഥാനത്തുടനീളം വീശിയടിച്ച UDF തരംഗത്തിനൊപ്പം പയ്യന്നൂരിലെ പ്രാദേശിക വിഷയങ്ങളും വിജയത്തിൽ നിർണായകമായി. ജനകീയ കോടതി നൽകിയ ഈ അംഗീകാരം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ തിരുത്തൽ നടപടികൾക്ക് വഴിവെക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിൽ അട്ടിമറി വിജയം നേടിയ V കുഞ്ഞികൃഷ്ണന്റെ ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. ഉജ്ജ്വല വിജയം നേടിയ കുഞ്ഞികൃഷ്ണന്റെ വിജയം പയ്യന്നൂരിനെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ചു. പ്രവർത്തകർ മധുരം പങ്കുവച്ചും നൃത്തമാടിയും ആഹ്ലാദം പ്രകടിപ്പിച്ചു. നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്നാണ് തന്റെ പുസ്തകത്തിന്റെ പേരെന്നും അതിന് പയ്യന്നൂരിലെ ജനങ്ങൾ തയ്യാറായി എന്നതാണ് തന്റെ വിജയം വ്യക്തമാക്കുന്നതെന്നും V കുഞ്ഞികൃഷ്ണൻ വിജയാഹ്ലാദ പ്രകടനത്തിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നേതൃത്വത്തെ അണികൾ തിരുത്തുക, അത് ഏറ്റെടുക്കാൻ CPMനകത്തുള്ള വലിയ വിഭാഗം ആളുകൾ സന്നദ്ധമായിട്ടുണ്ട്. അതോടൊപ്പം UDF എന്നെ പിന്തുണച്ചതിന്റെ ഭാഗമായി UDFന്റെ വോട്ട് കൂടി ലഭിച്ചതിന്റെ ഭാഗമായിട്ടാണ്, ഈ രണ്ട് വോട്ടും കൂടി ചേർന്നതിന്റെ ഭാഗമായിട്ടാണ്
ഇങ്ങനെ ഒരു ചരിത്ര വിജയം പയ്യന്നൂരിൽ കൈവരിക്കാൻ സാധിച്ചത് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ള മുഴുവൻ വോട്ടർമാർക്കും ഈ സന്ദർഭത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഈ 10 വർഷത്തെ ഭരണത്തിൽ നിന്ന് പയ്യന്നൂരിനുള്ള മോചനാണോ ഈ വിജയം? 10 വർഷത്തെ ഭരണം എന്ന് മാത്രമല്ല, ഈ പയ്യന്നൂർ മണ്ഡലം രൂപീകരിച്ചത് മുതൽ കമ്മ്യൂണിസ്റ്റുകാർ ജയിപ്പിച്ച മണ്ഡലമാണ്. അപ്പോ അതില് ഒരു മാറ്റം വന്നിരിക്കുകയാണ്. അപ്പൊ ആ നിലയിലേക്ക് പയ്യന്നൂരിന്റെ ചരിത്രം തിരുത്തിക്കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട്. പയ്യന്നൂരിന്റെ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. ശക്തമായ അടിയൊഴുക്കുകൾക്കിടയിലും കല്യാശ്ശേരിയുടെ മണ്ണ് ചുവന്ന് തന്നെ 18,433 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രണ്ടാം തവണയും എം വിജിൻ കല്യാശ്ശേരിയിൽ നിന്നും വിജയിച്ച് കയറിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ അടിയൊഴുക്കുകൾ സംഭവിച്ചപ്പോഴും കല്യാശ്ശേരിയുടെ ചുവന്ന മണ്ണ് ചുവന്ന് തന്നെ നിൽക്കുകയാണ്. കല്യാശ്ശേരിയുടെ യുവ MLA വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വിജിൻ MLA, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വീണ്ടും കല്യാശ്ശേരിയിൽ വിജയം നേടിയിരിക്കുക, എന്താണ് പറയാനുള്ളത്? കല്യാശ്ശേരിയിലെ ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഓരോ പ്രവർത്തകരെയും ഞാൻ ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കേരളത്തിൽ UDF അനുകൂലമായൊരു തരംഗമുണ്ടായി. അത് ഇടതുപക്ഷത്തിന് അപ്രതീക്ഷിതമായൊരു പരാജയം തന്നെയാണ്. അവിടെ ഒരു വലിയ വേദന ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്, ഒരു പ്രയാസം നിൽക്കുന്നു. പക്ഷേ കല്യാശ്ശേരിയിലെ ജനങ്ങൾ UDF തരംഗത്തിനിടയിൽ ഇടതുപക്ഷത്തെ തിരഞ്ഞെടുത്തു. കല്യാശ്ശേരിയിലെ ജനങ്ങളോട് തന്നെയാണ് നന്ദി പറയുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം കല്യാശ്ശേരിയുടെ ജനങ്ങളോടൊപ്പം അവരിലൊരാളായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി അവരോടൊപ്പം 5 വർഷക്കാലം പ്രവർത്തിക്കുക, അവരോട് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇടപെടും. അവർ നൽകിയ ഉത്തരവാദിത്തത്തെ ഗൗരവപൂർവ്വം തന്നെ നിർവഹിക്കും. എന്തായാലും ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ചെറിയ രീതിയിലുള്ള ഒരു കുറവുണ്ടായിരുന്നു. എന്നാലും മാടായിലും മാട്ടൂലും ഉൾപ്പെടെ വോട്ടുകൾ നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, തീർച്ചയായും അതിൽ കഴിഞ്ഞ 5 വർഷക്കാലം മാടായി മാട്ടൂലെന്നോ മറ്റ് എവിടെയെങ്കിലും വ്യത്യാസമില്ലാതെ തന്നെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പിന്തുണ കല്യാശ്ശേരി മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലയും രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് പോലും ലഭിച്ചു എന്നത് തീർച്ചയായും സന്തോഷകരമാണ്. എല്ലാവരോടും നന്ദി പറയുകയാണ്. UDF തരംഗത്തിനിടയിലും കല്യാശ്ശേരിയെ ചുവപ്പിച്ച കല്യാശ്ശേരിയിലെ ജനതയോട് നന്ദി പറയുന്നു. മാടായി മാട്ടൂൽ ഉൾപ്പെടെയുള്ള ജനങ്ങൾ അതിൽ നല്ല പിന്തുണ നൽകിയിട്ടുണ്ട്. അവരോടും പ്രത്യേകം നന്ദി പറയുകയാണ്. കല്യാശ്ശേരിയിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനം എന്ന പോലെ അവരോടൊപ്പം 5 വർഷക്കാലം ഇനിയും അവരുടെ ജനപ്രതിനിധിയായി അവരിലൊരാളായി ഉണ്ടാകും. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേരത്തെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഇനി UDF സർക്കാരാണ് അധികാരത്തിലെത്താൻ വേണ്ടി പോകുന്നത്, തുടരാൻ സാധിക്കുമോ? എന്താണ് പറയാനുള്ളത്? അല്ല, അതിൽ കല്യാശ്ശേരി മണ്ഡലത്തിൽ തുടങ്ങിയ വികസന പ്രവർത്തനങ്ങളെല്ലാം അവിടെ നടപ്പിലാക്കുക എന്ന ഉത്തരവാദിത്വം കൂടിയാണല്ലോ ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും അവിടെ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തന്നെ നേതൃത്വം കൊടുക്കും. അത് ഗവൺമെൻറ് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ടെൻഡർ ചെയ്തും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടതുമാണ്. അതെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കല്യാശ്ശേരിയിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും. ഒരുപാട് പ്രവർത്തനം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ വേഗതയിൽ തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. തുടങ്ങിയത് പൂർത്തീകരിക്കും. പുതിയ പദ്ധതികൾ കല്യാശ്ശേരിയിലെ ജനങ്ങൾക്ക് വേണ്ടി അവർ തെരഞ്ഞെടുത്തൊരു ജനപ്രതി എന്ന രീതിയിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കല്യാശ്ശേരിയിൽ തന്നെ ഉണ്ടാവും. അവർ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 5 വർഷക്കാലം ശ്രമിച്ചിട്ടുണ്ട്. ഈ 5 വർഷക്കാലവും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തന്നെ നേതൃത്വം കൊടുക്കും. എന്തായാലും ഇത് സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെടുത്തായിട്ട് ഈ വിധിയെ കാണുന്നുണ്ട്. ഇതിൽ നാം യഥാർത്ഥത്തിൽ കേരളത്തിലെ 10 വർഷക്കാലം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൻ്റെ എല്ലാ മേഖലയും, കാരണം ഒരു ഘട്ടത്തിൽ പോലും ജനങ്ങൾ നിരാശപ്പെടുത്താത്ത വിധത്തിൽ ക്ഷേമ പ്രവർത്തനങ്ങളായാലും വികസനങ്ങളായാലും ഈ നാട് ആഗ്രഹിക്കത്തക്ക വിധത്തിൽ ആ മാറ്റമുണ്ടാക്കിയ ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. പെൻഷൻ കൊടുത്താലും ചികിത്സാ സഹായം കൊടുത്താലും. പക്ഷേ എന്നെ വ്യക്തിപരമായി തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ജനങ്ങളോട് അത്രയും മാത്രം ചേർന്ന് നിന്നുകൊണ്ട് ജനകീയമായ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദുരന്തഭൂമിയിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുണ്ടായത്. ആ ഗവൺമെൻറ്റിൻ്റെ
വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായും രാഷ്ട്രീയ ഭേദമന്യേ അംഗീകരിക്കപ്പെടേണ്ട ഒന്നായിരുന്നു. കാരണം അതിനെ തള്ളിപ്പറയാൻ കേരളത്തെ പ്രതിപക്ഷത്തിന് പോലും സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ ഈ നിലയിലാണ് ചിന്തിച്ചതെന്നുള്ളത് അത് ഖേദകരമായ നിലയിലാണ്. ആ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചോ എന്തോ ആ നിലയിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. പക്ഷേ വീണ്ടും ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരെന്ന രീതിയിൽ ജനങ്ങൾ സജീവമായിട്ട് ഇടപെടും. ജനങ്ങളിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കും. അത് തിരുത്തി ജനങ്ങളിൽ തന്നെ കൂടുതൽ സജീവമായിട്ട് ഈ നാടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും. എന്തായാലും 18,400-ലധികം വോട്ടുകൾക്ക് വിജയിക്കാൻ വേണ്ടി കല്യാശ്ശേരിയിൽ നിന്നും എൻ വിജിന സാധിച്ചിട്ടുണ്ട്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്. CPM 6 പതിറ്റാണ്ട് തകരാതെ കാത്ത തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടി UDF-ലെ സന്ദീപ് വാര്യർ. നീണ്ടകാലത്തെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അധീശത്തെ അവസാനിപ്പിച്ച് UDF-ന് തൃക്കരിപ്പൂർ മണ്ഡലം സമ്മാനിക്കാനുള്ള ജനങ്ങളുടെ തീരുമാനത്തിൽ സന്തോഷിക്കുന്നുവെന്നും UDF തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നീണ്ട 60 വർഷക്കാലത്തിലധികമായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അധീശത്വത്തെ അവസാനിപ്പിച്ചുകൊണ്ട് UDF-ന് തൃക്കരിപ്പൂർ മണ്ഡലം സമ്മാനിക്കാനുള്ള ഇവിടുത്തെ ജനങ്ങളുടെ തീരുമാനത്തോട് വളരെ വിനയത്തോടെ അങ്ങേയറ്റത്തെ സന്തോഷത്തോടെ ആ തീരുമാനത്തെ ഞങ്ങൾ നെഞ്ചേറ്റിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ വിജയം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പറഞ്ഞതുപോലെ തൃക്കരിപ്പൂരിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനും ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള ഒരു അവസരമായി, ഒരു ഉത്തരവാദിത്തമായി ഞങ്ങൾ ഏറ്റെടുക്കും. തീർച്ചയായിട്ടും ഇത് തൃക്കരിപ്പൂരിലെ ടീം UDF-ൻ്റെ വിജയമാണ്. തൃക്കരിപ്പൂരിലെ ടീം UDF, ഇവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകർ, നേതാക്കൾ, പ്രിയപ്പെട്ട ബഷീർ ചായുടെയും പ്രിയപ്പെട്ട രാജേന്ദ്ര മക്കീലിൻ്റെയും ഒക്കെ നേതൃത്വത്തിലൊപ്പം ബഹുമാനായിട്ടുള്ള MP രാജ്മോഹൻ ഉണ്ണിത്താൻ സാറും ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതൃത്വം ഒറ്റക്കെട്ടായി ഇവിടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി കഴിഞ്ഞ ഒരു മാസക്കാലത്തധികം ഉറങ്ങാതെ ഉണ്ണാതെ UDF-ൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള, എനിക്ക് പേര് പോലും അറിയാത്ത, എന്നെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ ഈ നിയോജകമണ്ഡലത്തിലുണ്ട്. ഒപ്പം കേരളത്തിനകത്തും രാജ്യത്തിന് പുറത്തുമുള്ള പ്രവാസികളടക്കമുള്ള നമ്മളെ ഒരു സ്നേഹിക്കുന്ന ആളുകൾ അവരുടെ സ്നേഹാധിക്യം കൊണ്ട് വാസ്തവത്തിൽ വീർപ്പുമുട്ടുകയായിരുന്നു. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രത്തോളം ഒരു മഹത്തായ കൂട്ടായ്മയുടെ വിജയമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തോടും അതോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തോടും വിശിഷ്യ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ആ നേതൃത്വത്തോടും ഞാൻ നന്ദി പറയുകയാണ്. ഒപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ACC ലീഡർഷിപ്പ്, തീർച്ചയായിട്ടും ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ള നമ്മുടെ ലീഡർഷിപ്പിൻ്റെ വലിയ പിന്തുണയുണ്ടായിരുന്നു. KPCCയുടെ പിന്തുണയുണ്ടായിരുന്നു. ആ മുഴുവൻ പിന്തുണയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള എല്ലാവരുടെയും പിന്തുണ ഈ വിജയത്തിനും പിന്നിൽ തീർച്ചയായിട്ടും വലിയ പ്രേരണയായിട്ടുണ്ട്. എല്ലാവരോടും നന്ദി പറയാൻ മാത്രമേ ഈ സമയം ഉപയോഗിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും തൃക്കരിപ്പൂരിന് നൽകിയിട്ടുള്ള ഒരുപാട് വാക്കുകളുണ്ട്, വാഗ്ദാനങ്ങളുണ്ട്. ഞങ്ങൾക്ക് പാലിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. 60 വർഷക്കാലത്തെ പിന്നോക്കാവസ്ഥ പരിഹരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ കൂടെ മത്സരിച്ചിട്ടുള്ള പ്രിയപ്പെട്ട VPP മുസ്തഫ ഉൾപ്പെടെയുള്ളവർ അവരുടെ എല്ലാവരുടെയും സഹകരണം സ്വീകരിച്ചുകൊണ്ട് ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കും. രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ആളുകൾക്കും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു തരത്തിലും ഒരു MLA-യെ കാണാൻ ഇനി മുതൽ തൃക്കരിപ്പൂരിലെ ജനങ്ങൾക്ക് ആരുടെയെങ്കിലുമൊക്കെ റെക്കമെൻഡേഷൻ ലെറ്റർ വേണ്ടി വരില്ല. ഒരു ജനകീയനായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു MLA ആയിട്ട് ഇവിടെ ഉണ്ടാകും, ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന ഉറപ്പ് ഈ സമയത്ത് നൽകുകയാണ്. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്നും അട്ടിമറി വിജയം നേടിയ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി UDF പ്രവർത്തകർ. ചുരുങ്ങിയ സമയത്തിനകം മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും കയറിയിറങ്ങിയ സന്ദീപ് ഒടുവിൽ തൃക്കരിപ്പൂരിന്റെ ചരിത്രം മാറ്റിയെഴുതുകയായിരുന്നു.
തളിപ്പറമ്പിലെ UDFന്റെ വിജയം CPM നേതൃത്വത്തിന്റെ പരാജയമാണെന്ന് വിജയിച്ച UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി TK ഗോവിന്ദൻ. ഉൾപാർട്ടി ജനാധിപത്യത്തെ തകർത്ത് കുടുംബവാഴ്ചയാണ് CPMൽ നടക്കുന്നതെന്നും TK ഗോവിന്ദൻ. വിജയിച്ച സ്ഥാനാർത്ഥിയെ ആനയിച്ച് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. തളിപ്പറമ്പിലുണ്ടായിട്ടുള്ള വിജയം ഒരു ചരിത്ര വിജയമാണ്. കാരണം ഞാൻ CPMനകത്ത് നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഒരു വിജയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ ആവാൻ പാടില്ല എന്ന് പാർട്ടിക്കകത്ത് ചൂണ്ടിക്കാണിക്കുകയും അത് അംഗീകരിക്കപ്പെടാത്ത സാഹചര്യത്തിൽ അത് പരസ്യമായി ജനങ്ങളോട് പറയും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുകയുണ്ടായി. അത് ഞാൻ ജനങ്ങളോട് തുറന്നു പറഞ്ഞു. ഞാൻ രാഷ്ട്രീയത്തിൽ പുലർത്തേണ്ടുന്ന സംശുദ്ധിയും അതുപോലെ തന്നെ ഒരു സംഘടനയിൽ ഉണ്ടാവേണ്ടുന്ന ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോരാട്ടം നടത്തിയിട്ടുള്ളത്. അത്തരം ഒരു പോരാട്ടം നടത്തിയപ്പോൾ UDF അതിന് എല്ലാവിധ പിന്തുണയും UDF എനിക്ക് നൽകുകയുണ്ടായി. ആ UDFൻ്റെ പിന്തുണയാണ് ഈ പോരാട്ടത്തിന് ശക്തി പകർന്നത്. തീർച്ചയായിട്ടും ഞാൻ ഉയർത്തിപ്പിടിച്ച നിലപാട് അത് പത്രസമ്മേളനത്തോടെ ഞാൻ പറഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലും സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകളും PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും ഞാൻ എടുത്ത നിലപാടിന് എല്ലാ പിന്തുണയും നൽകുകയുണ്ടായി. ആ നിലപാടിൻ്റെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. ഞാൻ ഉയർത്തിപ്പിടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ വ്യക്തി താല്പര്യവും കുടുംബ താല്പര്യവും അഴിമതിയും സംരക്ഷിക്കുന്നതിന് വേണ്ടി പാർട്ടിയെ തകർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനെതിരായ നിലപാട് സ്വീകരിച്ചപ്പോൾ CPMനകത്തുള്ള ആളുകളെല്ലാം എൻ്റെ കൂടെ ചേരുകയുണ്ടായി. എന്നോട് CPM നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് ആരാണ് TK ഗോവിന്ദൻ്റെ കൂടെ ഉള്ളതെന്ന്. ഇപ്പോൾ മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞു അത് മെയ് 4 കഴിയട്ടെ ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ട് എന്ന് അപ്പോൾ നിങ്ങൾക്ക് കാണാം എന്ന് ഞാൻ പറയുകയുണ്ടായി. ഇപ്പോൾ അത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പാർട്ടിക്കകത്ത് ഇനിയും ഇതിൽ നിന്നൊരു പാഠം പഠിക്കാൻ പാർട്ടി തയ്യാറാവണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് നടത്താനുള്ളത്. തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചർച്ച ചെയ്യപ്പെടും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ള ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾ, ധാർഷ്ട്യം നിറഞ്ഞ നിലപാടുകൾ തിരുത്താൻ അവർ സന്നദ്ധരാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ജനാധിപത്യ ബോധത്തിനാണ് UDF എനിക്ക് പിന്തുണ നൽകിയിട്ടുള്ളത്. ആ നിലയിൽ തന്നെ UDFൻ്റെ ഒരു MLA ആയി ഞാൻ എന്നെന്നും UDFനോടൊപ്പം ഉണ്ടാകും എന്ന കാര്യം. പാർട്ടിക്കകത്ത് പുലർത്തേണ്ടുന്നൊരു ജനാധിപത്യമുണ്ട്. അതാണ് ഉൾപാർട്ടി ജനാധിപത്യം. ആ ഉൾപാർട്ടി ജനാധിപത്യത്തെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കുടുംബലാഭത്തിന് വേണ്ടി ഉൾപാർട്ടി ജനാധിപത്യത്തെ തകർത്ത ഗോവിന്ദൻ മാഷ അയാൾ നിലപാട് തിരുത്തട്ടെ. അല്ല, ഈ പാർട്ടിയെ തകർക്കാനാണ് ഇവരെല്ലാം കൂടി ചേർന്ന്. പിന്നെ ആര് വിചാരിച്ചാൽ അത് രക്ഷിക്കാൻ വേണ്ടി കഴിയും? തീർച്ചയായിട്ടും പാർട്ടി നേതൃത്വത്തിൻ്റെ പരാജയമാണ്. കാരണം ഇന്ന് ഞാൻ ഒറ്റക്കല്ലല്ലോ. ഇവിടെ പയ്യന്നൂർ കുഞ്ഞികൃഷ്ണൻ, പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ എന്താ പാർട്ടിയുടെ നെടുങ്കോട്ടയല്ലേ? ആ കുഞ്ഞികൃഷ്ണൻ അവിടെ ജയിച്ചില്ലേ? അമ്പലപ്പുഴയിൽ സുധാകരൻ ജയിച്ചില്ലേ? തളിപ്പറമ്പിൽ ഇതേവരെ ജയിക്കാത്ത തളിപ്പറമ്പിൽ ഞാൻ ജയിച്ചില്ലേ? ഇതെല്ലാം കാണുന്നതിൻ്റെ ഒറ്റപ്പെട്ടൊരു കാര്യമല്ലല്ലോ. പാർട്ടിക്കകത്തൊരു പ്രവണതക്കെതിരായിട്ടുള്ള പോരാട്ടമാണിത്. ആ പോരാട്ടത്തിൻ്റെ വിജയമാണ് ഈ വിജയം. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ വിജയമല്ല, ആ പോരാട്ടത്തിൻ്റെ വിജയമാണ്. അതിന് ഈ തളിപ്പറമ്പ് മണ്ഡലത്തിലെ ജനങ്ങൾ CPMൽ പെട്ടതും UDFൽ പെട്ടതും ഇതിലൊന്നും പെടാത്തതുമായിട്ടുള്ള എല്ലാ ജനാധിപത്യവാദിയായിട്ടുള്ള ജനങ്ങൾ ആ പോരാട്ടത്തിന് പിന്തുണ നൽകി. ആ പിന്തുണയുടെ വിജയമാണ് ഈ വിജയം. ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ഇരിക്കൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സജി ജോസഫ്. പിണറായി സർക്കാരിന്റെ ഏകാധിപത്യ ഭരണത്തിനെതിരായ ജനവിധിയാണ് വിജയമെന്ന് അഡ്വക്കേറ്റ് സജി ജോസഫ് പ്രതികരിച്ചു. ഇരിക്കൂറിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ K സുധാകരേട്ടൻ്റെ വിജയമായിരുന്നു. 38,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അതിനെ ഒരിക്കലും മറികടക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നതല്ല. പക്ഷേ അതിനെ അപ്പുറം ഈ ജനവിധി ഉണ്ടായി. ആദ്യമായിട്ടാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ഒരു വിധി അനുകൂലമായി ഇരിക്കൂറിൽ ഉണ്ടാകുന്നത്.
തീർച്ചയായിട്ടും ഇതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച UDFൻ്റെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ ഒരഭിപ്രായ വ്യത്യാസവുമില്ലാതെ ഞങ്ങൾ പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ ഞാനല്ല, ഞങ്ങളാണ് നന്ദി പറയുന്ന ജനങ്ങൾക്ക്. UDFൻ്റെ ടീം ഒരുമിച്ച് നിന്ന് നേടിയ ഒരു വിജയമാണ്. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ UDFന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ സഹപ്രവർത്തകരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. UDFന് വേണ്ടി നന്ദി പറയുന്നു. ഇത് UDFൻ്റെ വിജയമാണ്. സാറേ, പിന്നെ ഇതൊരു ചരിത്ര വിജയമാണ് നേടിയിട്ടുള്ളത്. UDFും അതുപോലെ തന്നെ സാറും. എന്തായാലും നമ്മുടെ മലയോരത്തിനൊരു മന്ത്രി ഉണ്ടാവും. ഞാൻ വളരെ തൃപ്തനാണ്. MLA എന്ന നിലയിൽ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ, ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. എനിക്ക് എന്നേക്കാൾ വലിയ കഴിവുകളുള്ള ഒട്ടേറെ നേതാക്കന്മാർ ഈ പാർട്ടിയിലുണ്ട്. അതുകൊണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ അംഗീകാരം തന്നെ ഏറ്റവും വലുതായി ഞാൻ കാണുന്നു. കൂടുതലായി ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഭരണവിരുദ്ധ വികാരം ഉള്ളതുകൊണ്ടാണ് CPMന്റെ ശക്തമായ കോട്ടയിലടക്കം ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടായത്. ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. ഒപ്പം ജനങ്ങളുടെ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. UDFനൊരു രാഷ്ട്രീയമുണ്ട്. UDFൻ്റെ രാഷ്ട്രീയം വികസനോന്മുഖമായ രാഷ്ട്രീയമാണ്. നാളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഞങ്ങൾ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇതിൽ മതിമറന്ന് ആഹ്ലാദിക്കാൻ UDF ഇല്ല. ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളാരും അതിനുണ്ടാകുന്നു. കാരണം വലിയൊരു ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അത് വലിയ സൂക്ഷ്മതയോടെ കൃത്യതയോടെ കൃത്യമായി അത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. തീർച്ചയായിട്ടും അത് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കേരളത്തിലെ UDFന്റെ മിന്നും വിജയത്തിൽ UDF കുഞ്ഞിമംഗലം പഞ്ചായത്ത് കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. കുഞ്ഞിമംഗലം തെരുവിൽ നിന്നും ആരംഭിച്ച് കണ്ടംകുളങ്ങര വഴി ആണ്ടാംകോവിലിൽ സമാപിച്ചു. പയ്യന്നൂർ മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ച് വിളംബര ഘോഷയാത്ര നടന്നു. നിരവധി പേർ വിളംബര ഘോഷയാത്രയിൽ പങ്കെടുത്തു. പയ്യന്നൂർ മഠത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ വിളംബരമേകി ഘോഷയാത്ര നടന്നു. പെരുമ്പ മുത്തപ്പൻ ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര നഗരമധ്യത്തിലൂടെ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. ചടങ്ങിൽ ക്രൈംബ്രാഞ്ച് കോഴിക്കോട് വയനാട് പോലീസ് സൂപ്രണ്ട് KV വേണുഗോപാൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. നിരവധി പേർ വിളംബര ഘോഷയാത്രയിൽ പങ്കുചേർന്നു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഇടയ്ക്ക അരങ്ങേറ്റം നടന്നു. പയ്യന്നൂർ ഭാഗ്യേഷ് മാരാരുടെ ശിക്ഷണത്തിലാണ് വിദ്യാർത്ഥികൾ പരിശീലനം നേടിയത്. പയ്യന്നൂർ ഭാഗ്യേഷ് മാരാരുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ചവരുടെ ഇടയ്ക്ക അരങ്ങേറ്റവും സോപാന സംഗീത അരങ്ങേറ്റവും നടന്നു.
പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര കല്യാണ മണ്ഡപത്തിൽ നടന്ന ചടങ്ങ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനേടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഗുരുവന്ദനത്തോടുകൂടിയാണ് പരിപാടി ആരംഭിച്ചത്. PU മനോഹരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാദ്യപ്രവീൺ ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമ മാരാർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ഡോക്ടർ അനിൽ പുത്തലത്ത്, VP സുമിത്രൻ, KP സുനിൽകുമാർ, വാദ്യരത്നം തൃക്കരിപ്പൂർ രാമകൃഷ്ണ മാരാർ, AK രാജേഷ്, P പ്രകാശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചെറുതാഴം അമ്പലം റോഡ് മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാ കലശ തിരുവപ്പന മഹോത്സവത്തിന് തുടക്കം. മുന്നോടിയായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ചെറുതാഴം അമ്പലം റോഡ് മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാ കലശ തിരുവപ്പന മഹോത്സവത്തിന് തുടക്കമായി. മുന്നോടിയായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. മെയ് 5 രാവിലെ 5 മണിക്ക് അന്തിത്തിറ പുറപ്പാട്, 11 മണിക്ക് അടിച്ചുതളി വെള്ളാട്ടം, 4 മലയിറക്കൽ, വൈകുന്നേരം 6 മണിക്ക് ഊട്ടും വെള്ളാട്ടം, രാത്രി 8 മണി മുതൽ അന്നദാനം, 10 മണിക്ക് അന്തിവേല, 10:15 കളിക്കപ്പാട്ട്, 11 കലശമെഴുന്നള്ളത്ത്, 11:30 വെള്ളകെട്ട്. മെയ് 6 പുലർച്ചെ 5 മണിക്ക് തിരുവപ്പന വെള്ളാട്ടം, ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനം, മലകയറ്റൽ, വൈകിട്ട് 6 പ്രാദേശിക കലാപരിപാടികൾ എന്നിവ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.